നമസ്കാരം. ഡെസ്ക്ടോപ്പ് ഹാർഡ്വെയർ ട്രബിൾ ഷൂട്ടിംഗ് വീഡിയോയുടെ രണ്ടാം പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സെബ്രോണിക്സിൻ്റെ SSD ഹാർഡ് ഡിസ്കും സീഗേറ്റിൻ്റെ 1 TB ഹാർഡ് ഡിസ്കും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് അൺപാക്ക് ചെയ്തേക്കാം. SSD മേടിച്ചത് ഓൺലൈനാണേ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാനിത് കാണിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോസ് കാണാത്തവർ അതൊന്ന് കാണണം കേട്ടോ. ഇത് കഴിഞ്ഞ ആ ഒരു വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണേ. അപ്പോൾ ഇതാണ് 1 TB മെക്കാനിക്കൽ ഹാർഡ് ഡിസ്ക്. മെക്കാനിക്കൽ ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് സാറിന് അങ്ങനെ പറയത്തില്ല, ഇത് പഴയ ടൈപ്പ് ഹാർഡ് ഡിസ്ക് കേട്ടോ. ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് മെക്കാനിക്കലും SSD എന്ന് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ മെക്കാനിക്കൽ ഹാർഡ് ഡിസ്ക് പറഞ്ഞാൽ അകത്തൊരു ഇതുണ്ട്, ഡിസ്ക് ഉണ്ട്, പിന്നെ ഒരു നീഡിലൊക്കെ ഉണ്ട്, മാഗ്നറ്റിക് ഉണ്ട്, അങ്ങനെ അതിൻ്റെ അകത്തുള്ള സംഗതികളൊക്കെ ഉള്ളത്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തട്ടിക്കഴിഞ്ഞാലോ കറണ്ട് പോവുകയൊക്കെ ചെയ്താലും ഇത് കേടാകാൻ്റെ സാധ്യതയുണ്ട് കേട്ടോ. അതായത് ഈ മെക്കാനിക്കൽ ഹാർഡ് ഡിസ്കിൻ്റെ ഒരു പ്രശ്നം. ലൈഫ് കൂടുതലാണ് കേട്ടോ ഈ ഹാർഡ് ഡിസ്കിന്. അപ്പോൾ ഞാൻ ഈ 1 TB ഹാർഡ് ഡിസ്ക് മേടിച്ചിരിക്കുന്നത് കോട്ടയത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് തന്നെയാണ്. അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ കടയിൽ പോയിട്ട് ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓൺലൈൻ ചെക്ക് ചെയ്തപ്പം 5500 രൂപയാണ് 1 TB സീഗേറ്റ് ബാരാക്കുട എന്ന് പറഞ്ഞ ഈ ഒരു ഹാർഡ് ഡിസ്കിന് കാണിച്ചത്. പക്ഷേ ഇത് ലോക്കലായിട്ടുള്ള മാർക്കറ്റ് ഞാൻ അന്വേഷിച്ചപ്പം എനിക്കിത് 4425 രൂപയ്ക്ക് കിട്ടി കേട്ടോ. 4400 പറഞ്ഞാൽ പിന്നെ ഞാൻ സ്ഥിരം കസ്റ്റമർ ആയതുകൊണ്ട് പുള്ളി കുറച്ച് തന്നു. എന്നാൽ നമുക്കിത് വേഗം അൺപാക്ക് ചെയ്തേക്കാം. അൺപാക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ടൊരു കാര്യം നോക്കാനുണ്ട്. ഇതിൻ്റെ മുകളിലൊരു QR കോഡുണ്ട്. ആ QR കോഡ് നമ്മുടെ ഒരു സീഗേറ്റിൻ്റെ വാറണ്ടി ചെക്കിങ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. അപ്പോൾ അവരുടെ സൈറ്റിൽ പോയിട്ട് നമ്മുടെ ഇപ്പോൾ ഈ മൊബൈൽ എടുത്തിട്ട് നമുക്ക് സീഗേറ്റ് വാറണ്ടി ചെക്കിന് അടിച്ചു കഴിഞ്ഞാൽ അവരുടെ സൈറ്റ് കിട്ടും. അപ്പോൾ അതിൽ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സീരിയൽ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ വാറണ്ടി കിട്ടും. 2 ഇയർ വാറണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഹാർഡ് ഡിസ്കിന്. ഇപ്പോൾ ചെക്ക് വാറണ്ടി എന്ന് പറഞ്ഞപ്പോൾ ഇതിനകത്ത് നമുക്ക് ആ സീരിയൽ നമ്പർ അടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതിൽ SN എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടോ, അതാണ് സീരിയൽ നമ്പർ. എന്നിട്ട് ഈ ചെക്ക് വാറണ്ടി എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ വേണ്ടില്ല, റിസൾട്ട് വന്നിരിക്കണല്ലേ. വാറണ്ടി വാലിഡാണ്, 2026 വരെ ഉണ്ട്. ഇത് ഒറിജിനൽ പ്രോഡക്റ്റാണ് കേട്ടോ, ഡ്യൂപ്ലിക്കേറ്റ് അല്ല. ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ അതിനകത്ത് ഇത് കാണിക്കത്തില്ല. നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പോലെ ഒരു ഇൻറ്റു മാർക്ക് മാത്രമേ കാണിക്കത്തുള്ളൂ. ഇപ്പോൾ സമാധാനമായി, നമുക്കൊന്ന് ഓപ്പൺ ചെയ്തേക്കാം. ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്റ്റ് കിട്ടുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ബോർഡ് കാണുന്നില്ല ഗ്രീൻ കളറിൽ, അതിൽ ടച്ച് ചെയ്യുകയും ചെയ്തത്. പിന്നെ അതിൻ്റെ ബാക്കിൽ ഈ കാണുന്നതാണ് അതിൻ്റെ സാറ്റാ കേബിളൊക്കെ കണക്ട് ചെയ്യാനുള്ള പിന്ന്, ഡേറ്റയും പവറും കണക്ട് ചെയ്യാനുള്ള പിൻസാണ് ഈ കാണുന്നത്. ഇനി നമുക്ക് സെബ്രോണിക്സിൻ്റെ SSD പാക്ക് തുറന്നേക്കാം. ഈ SSD ഫുൾ ഫോം എന്താണെന്ന് വെച്ചാൽ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് എന്നാണ് കേട്ടോ. അത് ഫ്ലാഷ് മെമ്മറിയാണ് സംഗതി, നമ്മുടെ USB ഒക്കെ പോലത്തെ. മറ്റേത് ഹാർഡ് ഡിസ്ക് ഡ്രൈവ് എന്നാണ് എൻ്റെ ഫുൾ ഫോം. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ SSD നല്ല ഫാസ്റ്റാണ് കേട്ടോ. അതിനകത്ത് മൂവിങ് പാർട്സ് ഒന്നുമില്ല. ഫ്ലാഷ് മെമ്മറിയില്ലേ, പെട്ടെന്ന് ലോഡാകും, ഫയൽ കോപ്പിങ്ങൊക്കെ ഫാസ്റ്റാകും കേട്ടോ. നമുക്ക് നല്ല സ്പീഡിൽ ഡാറ്റയൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. കുറച്ച് പവർ എടുക്കത്തുള്ളൂ, മറ്റേ ഹാർഡ് ഡിസ്ക് പവർ എടുക്കുന്നതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ സാധനം. ഇത് 256-ൻ്റെയാണ് SSD വന്നിരിക്കുന്നത്. അത് ചെറിയൊരു ലാപ്ടോപ്പിനകത്തൊക്കെ വെക്കുന്ന ഒരു സൈസാണ് കേട്ടോ. വളരെ ലൈറ്റ് വെയ്റ്റുമാണ്. പിന്നെ ഇതിൻ്റെ മുകളിലൊരു സീലുണ്ട്, കണ്ടില്ലേ, വാറണ്ടിയുടെ. അത് ബ്രേക്ക് ചെയ്യാൻ നോക്കണം, ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാറണ്ടി കിട്ടത്തില്ല. നമ്മൾ സാറിന് യൂസ് ചെയ്യും മൊബൈൽ വെച്ച് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ പകുതിയേ ഉള്ളൂ കേട്ടോ. ഞാൻ ആമസോണിൽ നിന്നാണ് മേടിച്ചത്. ആമസോണിൽ ഇപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ബില്ല് തന്നിട്ടുണ്ട്. ഈ SSDക്ക് ഓഫർ ഉണ്ടായിരുന്നു, ആ സമയത്താണ് മേടിച്ചത്. 1699 ഇതിൻ്റെ ടോട്ടൽ എമൗണ്ട് വന്നിരിക്കുന്നത്. ടാക്സ് എമൗണ്ട് 259 എടുത്തിട്ടുണ്ട്, അതും 18% തന്നെ. പിന്നെ ഇതിൻ്റെ കവറിൽ എന്താ എഴുതിയിരിക്കുന്നത് നോക്കാം. ഫാസ്റ്റർ ദാൻ HDD എന്ന് എഴുതിയിട്ടുണ്ട്. 2.5 ഇഞ്ച് SATA SSD ആണ്. അൾട്രാ ലോ പവർ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഫാസ്റ്ററാണ്. പിന്നെ സെബ്രോണിക്സ് കമ്പനിയുടെ ഡീറ്റെയിൽസ് ഒക്കെയാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ.
പിന്നെ സൈഡിൽ ശരിക്കുള്ള വില ഇട്ടിരിക്കുന്നുണ്ടോ, 7499 രൂപ, 7500 രൂപയുടെ സാധനമാണോ ഇത്. ഈ കമ്പ്യൂട്ടറിലേക്ക് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തേക്കാം. എന്നിട്ട് ഞാൻ സൈഡ് തുറക്കുകയാണേ. ഈ കാണുന്ന റാക്കിലാണ് നമ്മൾ ഹാർഡ് ഡിസ്ക് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഹോൾസ് നമ്മുടെ ഹാർഡ് ഡിസ്കുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് സ്ക്രൂ ഇടാൻ വേണ്ടിയിട്ടുള്ളൂ കേട്ടോ. ഇത് SMPCയിൽ നിന്ന് വരുന്ന പവർ കേബിളാണ്. അതിലൊരു L ഷേപ്പിൽ ഇടത് സൈഡിലൊരു വെട്ടുണ്ട് കേട്ടോ, അത് ശ്രദ്ധിക്കണം. അത് ഇതിലേക്ക് നമ്മൾ ഹാർഡ് ഡിസ്കിലെ ആ ഒരു ഇതുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ വേണം കണക്റ്റ് ആക്കാനായിട്ട്. SMPS ആണ് കമ്പ്യൂട്ടറിന് കംപ്ലീറ്റ് പവർ കൊടുക്കുന്നത്. പിന്നെ ഈ കാണുന്നുണ്ടല്ലോ ഇപ്പോൾ ഞാൻ കേട്ടിരിക്കുന്നത്, ഇത് പഴയ ടൈപ്പ് ഹാർഡ് ഡിസ്കിനൊക്കെ കണക്ട് ചെയ്യേണ്ടത് ഇങ്ങനെയായിരുന്നു കേട്ടോ. ഇപ്പം ഇതൊക്കെ മാറി, ഇപ്പോൾ ഫുള്ള് SATA കേബിളാണ് വരുന്നത്. ഇതൊരു ഓപ്ഷനായിട്ട് അതിൽ ഇട്ടിട്ടുണ്ടെന്നുള്ളൂ SMPSൽ. ഇപ്പോൾ ഈ ഇരിക്കുന്ന ഒരു ലോ എൻഡ് PC ആണ്. അപ്പോൾ അതിൻ്റെ മദർ ബോർഡ് എന്ന് പറയുന്നത് സെബ്രോണിക്സിൻ്റെ H1 എന്ന് പറഞ്ഞ മദർ ബോർഡാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പോർട്ടിൻ്റെ SATA പോർട്ടിൻ്റെ പൊസിഷനാണ് ഈ കാണുന്നത്. ഇതിൽ നിന്ന് SATA കേബിൾസ് വന്നിരിക്കുന്നുണ്ടല്ലേ, ആ ചുവന്ന നിറത്തിലുള്ള കേബിൾസ്. അതും നേരത്തെ നമ്മൾ ചെയ്ത പോലെ ആ L ഷേപ്പിലുള്ള ഹോള് മാച്ചിങ് ആകുന്ന രീതിയിൽ ഹാർഡ് ഡിസ്കിൻ്റെ ബാക്കിലേക്ക് കണക്റ്റ് ആക്കുക. ഇനി നമുക്ക് ഈ വയറൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് ഹാർഡ് ഡിസ്ക് കയറ്റി വെച്ചിട്ട് ഇത് കണക്റ്റ് ആക്കിയേക്കാം. അപ്പോൾ ഈ ഹോൾസ് ഇവിടെ മാച്ചിങ് ആകുന്നുണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് നമ്മുടെ നേരത്തെ സ്ക്രൂ ഉണ്ടല്ലോ, അത് ഒരെണ്ണം ഈ സൈഡിൽ ഒരെണ്ണം അപ്പുറത്ത് ഇട്ട് കൊടുത്താൽ മതി. ഹാർഡ് ഡിസ്ക് അനങ്ങാതിരുന്നാൽ മതി. ഞാൻ എൻ്റെ താഴെ ഒരു ലാപ്ടോപ്പിൻ്റെ ഹാർഡ് ഡിസ്ക് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, തോഷിബയുടെ. അതും കംപ്ലൈൻ്റ് ആയി പോയി കേട്ടോ. 3 ഹാർഡ് ഡിസ്ക് എനിക്ക് പോയിരിക്കുന്നത്. അതിൽ ഒരെണ്ണം ഈ തോഷിബയുടെ ഹാർഡ് ഡിസ്ക്കാണ്. അത് മാറ്റിയിട്ട് വേണം നമുക്ക് നമ്മുടെ പുതിയ SSD ഫിറ്റ് ചെയ്യാനായിട്ട്. ഇപ്പം ആ സ്ക്രൂ ഒക്കെ ഇതിനും മാച്ചിങ് ആണോ ഞാൻ ചെക്ക് ചെയ്യായിരുന്നു കേട്ടോ. എല്ലാം ഇതാണ്, യൂണിവേഴ്സലാണ്, കുഴപ്പമില്ല. പിന്നെ ഈ SSDക്ക് ഒരു സ്ക്രൂ, 1-2 സ്ക്രൂ ഒക്കെ ധാരാളം മതി. എന്നുവെച്ചാൽ അത് ഒന്ന് ചെരിഞ്ഞുകൊണ്ടോ ഒന്ന് എവിടെയെങ്കിലും തട്ടിക്കൊണ്ടോ ഒന്നും കേടായി പോകത്തൊന്നുമില്ല. നമ്മൾ നേരത്തെ കണക്ട് ചെയ്ത പോലെ തന്നെ SATA കേബിളും കണക്ട് ചെയ്യുക, അതിൻ്റെ പവറിൻ്റെ കേബിളും കണക്റ്റ് ആക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ ഹാർഡ് ഡിസ്കിൻ്റെ ഇൻസ്റ്റലേഷൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കമ്പ്യൂട്ടർ ഓണാക്കാം. ബാക്കി ഇനിയുള്ളത് കമ്പ്യൂട്ടറിനകത്ത് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ ഇനി ബാക്കിയുള്ളത് സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഹാർഡ്വെയർ കണക്ട് ചെയ്തുകൊണ്ടാണ് കുറച്ച് നേരം നിന്നിങ്ങനെ കറങ്ങുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ വിൻഡോസ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇത് ഈ ഓപ്പൺ ആയിരിക്കുന്നത് പഴയ ഹാർഡ് ഡിസ്കിലെ OS വെച്ചിട്ടാണ് ഓപ്പൺ ആയിരിക്കുന്നത് കേട്ടോ. നമ്മൾ പുതിയ ഹാർഡ് ഡിസ്കിനകത്ത് നമ്മളൊന്നും സെറ്റപ്പ് ആക്കിയിട്ടില്ല, അതാക്കാൻ പോകുന്നതേ ഉള്ളൂ. നമ്മുടെ പുതിയ ഹാർഡ് ഡിസ്ക് ഇവിടെ കാണിക്കുന്നില്ലല്ലോ, അതെങ്ങനെയാണ് വരുത്തുന്നതെന്ന് പറയാം. ഇപ്പോൾ വിൻഡോസ് 10 കിടക്കുന്നത്. അപ്പോൾ അതിനകത്ത് ടൈപ്പ് ഹിയർ ടു സെർച്ച് എന്ന് പറഞ്ഞ ബാർ ഉണ്ടല്ലോ, അതിനകത്ത് ഡിസ്ക് ഒന്ന് അടിച്ചാൽ മതി, ബാക്കിയുടെ വന്നോളും കേട്ടോ. ക്രിയേറ്റ് ആൻഡ് ഫോർമാറ്റ് ഹാർഡ് ഡിസ്ക് പാർട്ടീഷൻസ്. അപ്പം നമ്മൾ പുതിയ ഹാർഡ് ഡിസ്ക് വന്നത് ഇതിനകത്ത് കമ്പ്യൂട്ടർ ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ പാർട്ടീഷൻ ചെയ്താൽ മാത്രമേ കാണിക്കത്തുള്ളൂ. അപ്പം ഈ ഒരു മെനുവിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഇനിഷ്യലൈസ് ഡിസ്ക് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് അവിടെ ഒന്ന് കിടപ്പുണ്ട് കേട്ടോ അതിനകത്ത്. അപ്പം MBR ആണോ വേണ്ടത്, അതായത് മാസ്റ്റർ ബൂട്ട് റെക്കോർഡ് എന്ന് പറഞ്ഞിട്ടൊരു. ഇപ്പോൾ നമുക്ക് GPT സെലക്ട് ചെയ്തേക്കാം. ഈ GPT സെലക്ട് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, GPT സപ്പോർട്ട് 2 TBയുടെ മുകളിലുള്ളതൊക്കെ സപ്പോർട്ട് ചെയ്യും. അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് പാർട്ടീഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ GPTക്കകത്ത്. അങ്ങനെ കുറേ സംഗതികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ കിടക്കുന്നുണ്ടോ അൺലൊക്കേറ്റഡ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. നമ്മുടെ SSD ആണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു സൈസ് കേട്ടോ, GB സൈസ് 238.47 GB ഉള്ളൂ. നോട്ട് ഇനിഷ്യലൈസ്ഡ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അൺലൊക്കേറ്റഡ്
ഇതാക്കണം, നമുക്ക് ആ ഒരു പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്യണം അവിടെ. അതായത് നമ്മുടെ 1 TB താഴെ വന്നിട്ടുണ്ട്. 931.50 GB ആണ് അൺലൊക്കേറ്റഡ് ആയിട്ട് കാണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ സിമ്പിൾ പാർട്ടീഷൻ കൊടുക്കുക. അപ്പോൾ അതിനകത്ത് സിമ്പിൾ വോളിയം സൈസൊക്കെ അത് ഓട്ടോമാറ്റിക്കായിട്ട് എടുത്തോളും. നമ്മൾ നെക്സ്റ്റ് കൊടുത്താൽ മതി. ഇനി വേണേൽ ഡ്രൈവ് ലെറ്റർ അസൈൻ ചെയ്യാം. ഓട്ടോമാറ്റിക്കായിട്ട് ഇതെല്ലാം ചെയ്യുന്നതാണ്, പിന്നെ നമ്മൾ പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ബൂളിയൻ ലേബൽ വേണേൽ കൊടുക്കാം. ക്വിക്ക് ഫോർമാറ്റ് ഞാൻ കൊടുക്കുന്നുണ്ട്. അത് ഓട്ടോമാറ്റിക്കായിട്ട് സെലക്റ്റഡ് ആണ്. ഫോർമാറ്റ് ആയാൽ ഇത് വിസിബിൾ ആകത്തുള്ളൂ, പാർട്ടീഷൻ ക്രിയേറ്റ് ആകത്തുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഫോർമാറ്റിംഗ് കഴിഞ്ഞുകൊണ്ടേ ഇത് നമ്മുടെ 1 TB ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് SSD കൂടി ഇതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ അതിനകത്ത് വേണം ഇനി വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. ഓക്കെ, ഫോർമാറ്റിംഗ് കഴിഞ്ഞപ്പം 2 ഡ്രൈവും കാണിക്കുന്നുണ്ട് കേട്ടോ. ഇനി വേണമെങ്കിൽ ഞാൻ ന്യൂ വോളി എന്നുള്ളത് മാറ്റിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു നെയിം എന്തെങ്കിലും കൊടുക്കാം. SSD എന്ന് കൊടുത്തേക്കാം. വിൻഡോസിൻ്റെ ഇൻസ്റ്റലേഷൻ ഒക്കെ ചെയ്യുമ്പോഴേ എളുപ്പമായിരിക്കും. ആ ഡ്രൈവിലേക്ക് അങ്ങ് ചെയ്താൽ മതി, സെലക്ട് ചെയ്തിട്ട്. ഇനി പാർട്ടിഷൻ ഹെൽത്തി ആണെന്ന് ചെക്ക് ചെയ്യണ്ടേ. അപ്പോൾ അതിന് സീഗേറ്റിൻ്റെ തന്നെ ഒരു ടൂൾ ഉണ്ടല്ലോ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, അത് ഡൗൺലോഡ് ചെയ്തിട്ട് ചെക്ക് ചെയ്യുന്നത്. അപ്പം ആ ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്കിത് സ്കാൻ ചെയ്ത് നോക്കാം. ഷോർട്ട് ടെസ്റ്റും ലോങ് ടെസ്റ്റും ഒക്കെ ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഹാർഡ് ഡിസ്കിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അത് കാണിക്കും. അപ്പോൾ ഷോർട്ട് ടെസ്റ്റ് പാസ്സായിട്ടുണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ലോങ് ടെസ്റ്റും പാസ്സായിട്ടുണ്ട്. അപ്പം എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പം വിൻഡോസ് ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതട്ടെ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.